പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഒരു വനപ്രദേശമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ തണുപ്പൊക്കെ തുടങ്ങിയോ? ഡിസംബർ തീരാറായില്ലേ? എന്തായാലും നമുക്ക് പുതുവർഷമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓർത്തു വെക്കേണ്ട പഴഞ്ചൊല്ലുകളെ കുറിച്ച് പറയാം കേട്ടോ. ഒന്ന് പണത്തിനെ കുറിച്ചുള്ളതാണ്, രണ്ടാമത്തേത് പ്രണയത്തിനെ കുറിച്ചുള്ളതാണ്. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരും. പ്രത്യേകിച്ച് നമ്മളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യം വരും. എന്റെ ചാച്ചന്റെ രണ്ടാമത്തെ പെങ്ങള്, അതായത് അപ്പന്റെ സഹോദരി, ഇളയ ആന്റിയായിട്ട് കുറച്ച് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മൂത്ത ആന്റിയെക്കാട്ടിലും ഇളയ ആന്റിയാണ് നമ്മളോട് കുറച്ച് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്റിയുടെ വീട് പിറവത്താണ്. അവിടെ മൂന്ന് രാജാക്കന്മാരുടെ പള്ളിയില്ലേ, പിറവം പള്ളി, അവിടെ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഞങ്ങൾ പള്ളിപ്പെരുന്നാൾ കൂടുവാനായിട്ട് പോകും. എന്റെ അമ്മച്ചിയും ഈ ആന്റിയും നാത്തൂനാണ്. ഇവര് ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും പോകും. അപ്പോൾ ഈ ആന്റി എപ്പോഴും, ഞാനും ഉണ്ട്, അതുപോലെ ആന്റിക്ക് എന്റെ ഒരു പ്രായത്തിലുള്ളൊരു മോളുണ്ട്, എന്റെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളെ ഉപദേശിക്കുന്ന രീതിയിൽ ആന്റി ഇങ്ങനെ പഴഞ്ചൊല്ലുകൾ പറയും. അതിലെ 2-3 പഴഞ്ചൊല്ലുകളില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്റെ ലൈഫിൽ ഞാൻ റിയലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഈ 2 പഴഞ്ചൊല്ലുകളാണ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ പഴഞ്ചൊല്ലേ, ആന്റി പറയുന്ന അതേ ഒരു വാക്കുകളാണോ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും മീനിങ് ഇത് തന്നെയാണ് കേട്ടോ. ആന്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആരാന്റെ കലത്തിൽ അരിയിട്ട് വേവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കലത്തിൽ അരിയിട്ട് വേവിക്കണം എന്ന് എപ്പോഴും പറയും. ആരാന്റെ കലത്തിൽ അരിയിട്ട് വേവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കലത്തിൽ അരിയിട്ട് വേവിക്കണം. ഇത് ജീവിതത്തിൽ എനിക്ക് റിയലായിട്ട് മനസ്സിലാക്കി തന്നൊരു അനുഭവമുണ്ട്. ഞാൻ കണ്ണ് നിറഞ്ഞു നിന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ചെറുപ്പത്തില് കുട്ടിയായിരുന്നപ്പോൾ, ഒരു 13 വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയം വരെയൊക്കെയാണ് ഞാൻ ഈ പള്ളിപ്പെരുന്നാളൊക്കെ കൂടാനായിട്ട് അധികം പോയിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് ആന്റി എന്നൊക്കെ പറയുമ്പോൾ ഈ ചെവിയിലൂടെ കെട്ടി ഈ ചെവിയിലൂടെ കളയുമായിരുന്നു. കാരണം നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ കാലത്തിൽ അരിയിട്ട് വേവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ അച്ഛനും ഒക്കെ നമുക്ക് ചോറൊക്കെ വേവിച്ചു തരും, നമ്മൾ കഴിക്കുന്നു. അപ്പൊ ആന്റി എന്തോ അരിയുടെയും ചോറിന്റെ കാര്യമാണ് പറയുന്നതെന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചത്. പക്ഷെ ഈ അരിക്കലത്തിന്റെ കാര്യം പറഞ്ഞതിന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം നമ്മൾ പിന്നെ സ്നേഹിച്ചു വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിക്കൊക്കെ ജീവിച്ചൊക്കെ പോയി അധ്വാനിക്കുന്നു. നമുക്ക് നല്ല രീതിയിൽ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആന്റി ഈ പറഞ്ഞ ആദ്യത്തെ പഴഞ്ചൊല്ലിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം മനസ്സിലാക്കാനായിട്ട് എനിക്ക് 2020 വരെ വേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. 1990-93 കാലഘട്ടങ്ങളിൽ ആന്റി പറഞ്ഞ പഴഞ്ചൊല്ലിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് 2020 വരെ വേണ്ടി വന്നു എനിക്ക്. കാരണം ആ ഒരു കൊറോണയുടെ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടില് ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യത്തില് ഒരു ദിവസം ഞാൻ ഈ കൂട്ടുകാരിയോട് ഒരു 100 രൂപയാണോ 150 രൂപയാണോ അതിൽ കൂടുതൽ കടം ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ശരിക്കും എനിക്ക് അരി വാങ്ങിക്കാനായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. ഇളയ മോനുണ്ട് എൻ്റെ കൂടെ. വാടക കൊടുക്കണം, 5000 രൂപയാണ്. കാരണം ഒരു പോർഷനായിട്ട് നമ്മൾ താമസിക്കില്ല. ഒരു വീടിന്റെ, ഒരു വലിയ വീടിന്റെ 4 ഫാമിലി താമസിക്കും. ഒരു പോർഷനിൽ നമ്മൾ 2 റൂമിൽ നമ്മൾ താമസിക്കുമ്പോഴും അവിടെ എറണാകുളത്ത് 5000 രൂപയാണ് വാടക. വാടക കൊടുക്കണം, ചെലവ് കാര്യങ്ങൾ നടക്കണം, ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ, കൊറോണ വന്ന് നമുക്കൊരു വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി പോയി. കയ്യിലുണ്ടായിരുന്ന 2 സ്വർണ്ണവളയായിരുന്നു നമുക്ക് ഏക ആശ്രയം ഉണ്ടായിരുന്നത്. ഒരു വള ഞാൻ വിറ്റായിരുന്നു, ഒരു വളയുണ്ട്. കുറച്ചൊരു പൈസയുടെ ഒരു ഷോർട്ടിന് ഒരു 100 രൂപ 150 രൂപയുടെ ആവശ്യത്തിന് ഓടിക്കൊണ്ട് സ്വർണ്ണവള വിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് മറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 100-150 രൂപയെ കൂട്ടുകാരിയോട് ചോദിച്ചത്. കൂട്ടുകാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ. അതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണോ, ഇടയ്ക്ക് വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരിയാണോ, നേരത്തെ പഠിച്ചിട്ട് പിന്നീട് ഇപ്പോൾ പരിചയം പുതുക്കിയ കൂട്ടുകാരിയാണോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോയി വന്നതിന് ശേഷം ഞാൻ ഈ കൂട്ടുകാരിയോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഇത്ര രൂപ 100-150 രൂപ ഒന്ന് കടം തരാമോ? കാരണം പെട്രോൾ അടിക്കാനാണ്, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്നൊരു കള്ളവും പറഞ്ഞു. സത്യത്തിൽ എൻ്റെ കയ്യിൽ പേഴ്സും ഉണ്ട്, പൈസയില്ല, അതായിരുന്നു സത്യം. പെട്രോൾ വണ്ടിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരി ഒട്ടും മടിക്കാതെ തന്നെ അവരുടെ റൂമിലോട്ട് ചെന്നിട്ട് പണം എടുത്ത് എനിക്ക് തന്നു. ചോദിച്ച പൈസ തരികയും ചെയ്തു. പക്ഷെ കൂടെ 2 ഡയലോഗ് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പൈസ എല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഈ പൈസ ഉടനെ തിരിച്ചു തരണം, എനിക്ക് ഇതിനകത്തോട്ട് വെക്കാനുള്ളതാണ് എന്നൊരു വർത്തമാനം പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. പൈസ ഒന്നും
ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്, എൻ്റെ ഭർത്താവാണ്, ഈ പൈസ ഉടനെ തിരിച്ചു തരണമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, പൈസകളെല്ലാം ചേട്ടനാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണല്ലോ ആ വാക്കുകളുടെ അർത്ഥം. ഒക്കെ ഒന്ന് മാറി ഇച്ചിരി ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുമായി. എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ നിവൃത്തികേട് കൊണ്ട് സ്നേഹമിട്ട് വേവിച്ച ചോറാവില്ലല്ലോ, അരിയിട്ട് തന്നെ വേവിക്കണ്ടേ, അത് എന്റെ കണ്ടുപിടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ കിട്ടിയിട്ട് അരി വാങ്ങിച്ചിട്ട് ചോറ് ആക്കി കൊടുത്തെങ്കിലല്ലേ എൻ്റെ മോനും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഞാൻ ചെന്നിട്ട് എൻ്റെ മോനോട് എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ മോനാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് മോനോട് വായ കൊണ്ട് പറഞ്ഞിട്ട് അവൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ആ പണവും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന് അരി വാങ്ങിച്ചു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുഞ്ഞിന് കൊടുത്തു കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ഹെയർ ഓയിൽ വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം ഫേസ്ബുക്ക് വഴി കുറച്ച് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പോലെയൊക്കെ നടത്തിയിട്ടോ. പിന്നെ എന്നെ പിടിച്ചു നിർത്തിയത് ആ ഹെയർ ഓയിലാണ്. അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുകയും ഹെയർ ഓയിലിനെ കുറിച്ച് ചോദിക്കുകയും വാങ്ങിക്കുകയും ആ പൈസ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഉപജീവനം കുറേയൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരിക്കലും ഞാൻ ഇവരുടെ അടുത്ത് പൈസ കടം ചോദിച്ചിട്ടുമില്ല, ഈ മേടിച്ച പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇന്നും എനിക്ക് അവര് പൈസ തരാനുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഹെയർ ഓയിൽ വാങ്ങിച്ച വകയിൽ ഞാൻ ചോദിക്കില്ല, തിരിച്ചു ചോദിക്കില്ല. അതെന്താ പറയാ, അന്ന് എനിക്ക് 150 രൂപയോ അത്രയോ തന്നില്ലേ, അതിന്റെ എന്താ പറയാ ഒരു ഉപഹാരമായിട്ട് ഞാൻ അതങ്ങ് കണക്കാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു മോശ സാഹചര്യം വന്ന് ഞാൻ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ ഈ കൂട്ടുകാരി ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും എന്ന് വിചാരിച്ചു. വാക്കുകൾ കൊണ്ട് എന്നെ കുറെ എന്താ പറയാ ആശ്വസിപ്പിക്കുന്ന പോലെ ശരിയാവും, നന്നാവും, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടുകാരിയാണ്. പക്ഷെ പണത്തിൻ്റെതായ ഒരു കാര്യം വന്നപ്പോൾ ആരും കൈവിട്ട് കളിക്കില്ല. അത് അവരെ കുറ്റം പറയുകയല്ല കേട്ടോ, അത് അങ്ങനെ തന്നെ വേണം, കൈവിട്ട് കളിക്കില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ആരും നമ്മളെ പണം തന്ന് വെറുതെ സഹായിക്കില്ല. നമുക്ക് ആവശ്യമുള്ള പണമെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് പറഞ്ഞു വന്നത്. വല്ലവന്റെയും വീട്ടിൽ പണം ഉണ്ടായിട്ട് അലമാരി പണം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈവശം പണം ഉണ്ടെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആന്റി പറഞ്ഞ പഴഞ്ചൊല്ലി ഞാൻ ഓർത്തത്, ആരാന്റെ കലത്തിൽ അരിയിട്ട് വേവിച്ചിട്ട് കാര്യമില്ല, അവനവന്റെ കലത്തിൽ അരിയിട്ട് വേവിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പോ കൂട്ടുകാരിയുടെ രൂപത്തില്, അത് പല ആൾക്കാരുടെ രൂപത്തിൽ നമുക്കിത് മനസ്സിലാക്കി തരൂല്ലേ. വല്ലവരുടെ കയ്യിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നമ്മുടെ കൈവശം പണം ഉണ്ടായിരിക്കണം. അതിനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കണം അല്ലേ. എല്ലാവർക്കും കാരണവന്മാര് സമ്പാദിച്ച മുതലും കൊണ്ട് ജീവിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ജോലി എടുത്തേ സാധിക്കൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നലെ കടയൊക്കെ അടച്ച് 2 കേരച്ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ രാത്രി 8:30 മണി. പിന്നെ രാത്രി പൈപ്പൻ ചുവട്ടിൽ കുത്തിയിരുന്ന് കഴുകി വൃത്തിയാക്കി, അത് കട്ട് ചെയ്ത് തന്നായിരുന്നു. അത് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി, തലക്കഷ്ണങ്ങൾ വേറെ മാറ്റി, മുള്ളു കഷ്ണങ്ങൾ വേറെ മാറ്റി, തലക്കറി ഉണ്ടാക്കി. ഇതാ ഉപ്പും മുളകും കുരുമുളക് വിനാഗിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനി ഇതെല്ലാം വറുത്ത് ഞാൻ അച്ചാറിട്ട് വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാ. വല്ലവരുടെ വീട്ടിലെ ഭക്ഷണം കണ്ട് എൻ്റെ മക്കൾ കൊതിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആഗ്രഹത്തിന് അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് 950 രൂപ, 1000 രൂപയുടെ മീനായിരുന്നു. 50 രൂപ ചേച്ചി എനിക്ക് കുറച്ച് തന്നു. നമ്മൾ സ്ഥിരമൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് 950 രൂപയുടെ മീൻ മേടിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇങ്ങനെ കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. വല്ലവരുടെ വീട്ടില് ഉണ്ടാക്കി വെച്ചത് നമ്മൾ കൊതിയോടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കണമെങ്കിൽ നമ്മുടെ കലം നിറഞ്ഞിരിക്കണം, നമ്മുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഈ ഒരു വാചകം, ഈ ഒരു പഴഞ്ചൊല്ല് ഓർത്ത് വെച്ചിരുന്നാലും മടി തോന്നൂല. കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കും. ചത്ത് കിടന്നാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഇതുപോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അല്ലേ. റിയൽ ലൈഫിൽ എല്ലാവരുടെ റിയൽ ഫേസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഒരാൾ ഇടപഴകുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇയാൾ ഫേക്കാണോ ഇയാൾ റിയൽ ആണോ. കാരണം ഒരുപാട് പൊയ്മുഖങ്ങൾ കണ്ടിട്ടുള്ളവളാണ് ഞാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ പഴഞ്ചൊല്ല്, ആന്റി എപ്പോഴും ഞങ്ങൾ 2 പെൺപിള്ളേരായതുകൊണ്ടാണ് കേട്ടോ, ആന്റിയുടെ മോളും ഞാനും പെൺപിള്ളേരായതുകൊണ്ടാണ് ആന്റി എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്. ഈ വീഡിയോ എങ്ങാനും ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വീഡിയോ എന്തായാലും അയച്ചു കൊടുക്കും. ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും ആന്റി പറയുന്ന രണ്ടാമത്തെ പഴഞ്ചൊല്ലി ഇതായിരുന്നു. എല്ലാ അമ്മമാരും പറയും നീ അവിടെ കിടന്നോ ഞാൻ പുതപ്പിച്ചോളാന്ന്. ഒരുത്തനും പുതപ്പിക്കില്ല. ഇത് ആന്റിയുടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗായിരുന്നു.
വളരെ സത്യമായ കാര്യങ്ങളാണ് ആന്റി പറഞ്ഞത് കേട്ടോ. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആന്റി പറഞ്ഞ ഈ രണ്ടാമത്തെ പഴഞ്ചൊല്ലിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് 2017-18 വരെ കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. അന്നാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത്. മറ്റത് ചെറുപ്പത്തിൽ ഇത് കേട്ടപ്പോൾ ആന്റി അന്ന് പുതപ്പിന്റെ കാര്യം, ആരോ പുതപ്പ് തരുന്ന കാര്യമൊക്കെ പറഞ്ഞെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ആന്റി പറഞ്ഞ വാചകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ വരുവാനായിട്ട് തുടങ്ങി. സത്യമായിരുന്നല്ലേ, നമ്മൾ ഒരാൾ പ്രണയിച്ചപ്പോൾ, ഇഷ്ടപ്പെട്ടപ്പോൾ, നമ്മൾ അവരെ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരാളില്ല എന്നുള്ളതാണ് സത്യം. ആരുമില്ല. എല്ലാവരും അവരവരുടെ സുരക്ഷിതവും സുഖവും മാത്രമേ നോക്കുകയുള്ളൂ. അപൂർവം കുറച്ച് പേരുണ്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും സമാധാനമൊക്കെ കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഞങ്ങൾ 2 പെൺമക്കളായതുകൊണ്ട് ഈ ആന്റി പറഞ്ഞത് ഒരു എന്താ പറയുക, പ്രണയം അങ്ങനെയുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാചകം പറഞ്ഞത്. എല്ലാ അവന്മാരും പറയും, അതായത് നിങ്ങളെ പ്രായപൂർത്തിയായി, നിങ്ങളുടെ പുറകെ പലരും നടക്കാനുണ്ടാവും എന്നൊക്കെ ആന്റി അന്ന് ഏതൊക്കെ ഉദ്ദേശിച്ചാണ് ആന്റി അന്നത് പറഞ്ഞതെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ആന്റി പറഞ്ഞ 2 പഴഞ്ചൊല്ലുകളിൽ നിന്നും ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് കേട്ടോ. സ്നേഹം ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചോറാവില്ല, അരിയിട്ട് തന്നെ വേവിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് സത്യമല്ലേ? നമ്മളോട് എത്ര അടുപ്പമുണ്ടെന്ന് പറയുന്ന സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഇനിയിപ്പോ പാർട്ട്നേഴ്സ് ആയാലും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലാണെങ്കിൽ പോലും ഈ അച്ഛനമ്മമാർക്കൊക്കെ വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കള് മാറിയൊക്കെ താമസിക്കുമല്ലോ. വയസ്സായാലും ഈ പഴഞ്ചൊല്ലിന് പ്രാധാന്യമുണ്ട്. കാരണം മക്കള് ചിലപ്പോൾ പറയും, സ്ഥലമൊക്കെ എഴുതി മേടിച്ചെടുത്തിട്ട് പറയും അമ്മയുടെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയും. അവര് നോക്കൂലോന്നോർത്ത് നമ്മുടെ കയ്യിലുള്ളതെല്ലാം അവർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആരും ഉണ്ടാവില്ല ചിലപ്പോൾ അവസാന കാലത്ത്. ഇതെല്ലാം ഈ പഴഞ്ചൊല്ലിന്റെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് വളരെ അർത്ഥമുള്ള 2 പഴഞ്ചൊല്ലുകളാണ് കേട്ടോ ഇത്. ഏതൊക്കെ കഥാപാത്രങ്ങൾ മാറി വന്നാലും സാഹചര്യങ്ങൾ മാറി വന്നാലും വളരെ അർത്ഥവത്തായിട്ടുള്ള 2 പഴഞ്ചൊല്ലുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാം, സംരംഭം തുടങ്ങാം, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടെ വരട്ടെ, എന്റെ കൂട്ടുകാരിയും കൂടെ വരട്ടെ, എന്നിട്ട് ഒന്നിച്ച് തുടങ്ങാം, പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ഇതുപോലുള്ള അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. അതായത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ, അല്ലെങ്കിൽ 1 നേരമെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരികയും അതിനുള്ള പണം നമ്മൾ തന്നെ കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നുണ്ട്. കടം വാങ്ങിച്ചിട്ടോ ആരെങ്കിലും തന്നിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെയോ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി അധ്വാനിച്ച് പണം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കാത്തത്. എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ഇത് നീട്ടി വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ഇത് നീട്ടി വെക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തുടങ്ങണം കേട്ടോ. നമ്മുടെ ഈ പക്കലുള്ള സമയം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. എന്തെങ്കിലും പണമൊക്കെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാം. കാരണം നമ്മുടെ പക്കല് സമയമുണ്ട്, ഊർജ്ജമുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഊർജ്ജം നമുക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ സമയത്തിന് ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിനും വൈകരുത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന മോട്ടിവേഷൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളവര് ഉടനെ തന്നെ തുടങ്ങുക. കാരണം നമ്മുടെ ഒരു ആവശ്യത്തിന് ആരും നമുക്ക് ഉപകരിക്കില്ല. എല്ലാവർക്കും അങ്ങോട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് എന്തെങ്കിലും സഹായം ചെയ്യുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായിട്ട് തന്നെ വളർന്ന് പന്തലിച്ചിരിക്കണം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നത്, അസുഖങ്ങളോ അപകടങ്ങളോ മരണമോ ഒക്കെ വരുന്നത് വിധിയാണ്. അതൊരു അനിവാര്യതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ. ഈ ജനിച്ച എല്ലാവരും ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ചിലതൊക്കെ നശിച്ചാലേ ചിലതിനൊക്കെ വളമാവുകയുള്ളൂ. അപ്പോൾ ചിലതൊക്കെ തളരും, ചിലതൊക്കെ വളരും. നമ്മൾ വളരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ചെയ്യുക. ഒന്നും മാറ്റി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഇതുമായി ഞാനീ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഴഞ്ചൊല്ലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണോട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞ 2 പഴഞ്ചൊല്ലുകളും മറക്കണ്ട. വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.